അയാൾ അങ്ങനെ പരമേശ്വരനും പത്മിനിയും കൂടിയിട്ട് ആ ബർത്ത്ഡേ പാർട്ടിയിലേക്ക് അങ്ങ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ രാധികയും വരുണും കൂടിയിട്ട് അവരെ സ്വീകരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ രാധികയോട് ഈ പത്മിനി ഇങ്ങനെ പറയുന്നുണ്ട്, വാ രാധിക നിന്നോടൊരു കാര്യം പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെയും പിടിച്ച് അങ്ങ് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ആരും ഇല്ലാത്തൊരു ഏരിയയിൽ എത്തിയിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, എടി രാധിക നിനക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ അവളോട് അങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അമ്മ എന്തുദ്ദേശിച്ചാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചൊക്കെ എനിക്ക് മനസ്സിലായി. എന്തായാലും ഞാനിങ്ങനെ പാചകം ചെയ്തും ഈ കാറ്ററിങ് നടത്തിയൊക്കെ ഇങ്ങനെ ജീവിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പാടുണ്ടോ എന്നൊക്കെ അല്ല ചോദിക്കുന്നത്. അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട, ഞാൻ ഭയങ്കര സന്തോഷത്തോടും ഹാപ്പിയോടും കൂടിയാണ് ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അമ്മ അങ്ങനെ ഒന്നും ടെൻഷൻ അടിക്കുക ചിന്തിക്കൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ അമ്മനെ അങ്ങനെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അവർ പരമേശ്വരനാണെങ്കിൽ വരുണിങ്ങനെ നല്ല കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അല്ല അച്ഛാ എനിക്കൊരു സംശയം, ഇപ്പോൾ ഈ ഒരു പരിപാടിയിലേക്ക് അച്ഛനും അമ്മയും യാദൃശ്ചികമായിട്ടാണ് വന്നത്. ഇപ്പോൾ ഇതാ ചെറിയച്ഛനും ആ സാറേ ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ ഈ കാറ്ററിങ്ങിന് ഞങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയതിൽ എന്തെങ്കിലും ഒരു ചെറിയ ദുരൂഹത ഉള്ള പോലെയൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ അച്ഛൻ പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ തോന്നാതില്ല, എന്തായാലും വേണമെങ്കിൽ ഇതൊക്കെ ഒരു നിമിത്തമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരതങ്ങ് വിടുകയാണ്. എന്നിട്ട് അവരവരുടെ ജോലിയിലേക്ക് അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ വരുണിൻ്റെ അടുത്തേക്ക് രാധിക ഇങ്ങനെ വന്നിട്ട് ഒരു ടേബിളിൻ്റെ അടുത്ത് അങ്ങനെ വരുൺ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് അങ്ങ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, വരുൺ എന്നങ്ങ് വിളിക്കുന്ന സമയത്ത് തന്നെ വരുൺ പറയുന്നുണ്ട്, ആ പരിപ്പ് കറീനെ കുറിച്ചല്ല പറയാൻ വന്നത് എന്നൊക്കെ അവളോട് അങ്ങ് കളിയാക്കി ചോദിക്കുകയാണ്. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ട്, അതെങ്ങനെ മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഈ കാണുന്ന സമയത്തൊക്കെ എനിക്ക് എൻ്റെ മനസ്സ് വരുന്നത് പരിപ്പ് കറി എന്നാണ്. അതുകൊണ്ട് നീ വരുന്ന സമയത്തൊക്കെ ഞാൻ ഇനി പരിപ്പ് കറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളിങ്ങനെ കളിയാക്കുന്നൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ അവനെ ഒന്ന് പോയേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഒരു കപ്പിലുള്ള വെള്ളം അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ആ ടേബിളിൻ്റെ അടുത്തേക്ക് അങ്ങ് വരികയാണ്. അതേ സമയത്ത് തന്നെ സേറയും ആ ഒരു ടേബിളിലേക്ക് അങ്ങ് വരുന്നുണ്ട്. അവർ രണ്ടുപേരും കയ്യിൽ നിന്ന് ആ ഒരു വെള്ളം അങ്ങ് കൂട്ടിമുട്ടി ഈ സേറയുടെ സാരിയിലേക്ക് അങ്ങ് രാധികയുടെ കയ്യിൽ നിന്ന് വെള്ളം അങ്ങ് തെറിക്കാണ്. അപ്പോൾ ആ സമയത്ത് ഈ സേറ ഭയങ്കരമായിട്ട് അങ്ങ് പ്രഷർ ആവുന്നുണ്ട്. എന്നിട്ട് അവരെ പറയുന്നുണ്ട്, എന്താടി നീ കാണിച്ചത്, എൻ്റെ എത്ര വിലപിടിപ്പുള്ള സാരിയിലേക്കാണ് നീ വെള്ളം ഒഴിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അങ്ങ് കൈ ഓങ്ങിയാണ്ട് തല്ലാൻ അങ്ങ് നിൽക്കുന്ന സമയത്ത് വരുൺ അങ്ങ് തടയുന്നുണ്ട്. അത് വേണ്ട, അവളെ തല്ലാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അങ്ങ് തടയാണ്. അപ്പോൾ ഈ രാധികയുടെ അടുത്തേക്ക് വരുന്ന അപ്പോൾ തന്നെ വേഗം ഓടി അങ്ങ് എത്തുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സേറ അങ്ങനെ പറയുന്നുണ്ട്, മര്യാദക്ക് ജോലി ചെയ്യാൻ നിന്നാൽ ജോലി ചെയ്തിട്ട് പോകണം, അല്ലാതെ ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് ഓരോ പ്രശ്നം ഉണ്ടാക്കല്ല ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് ആ ഒരു വീടിൻ്റെ ഓണറെ ഇങ്ങനെ സേറ അങ്ങ് വിളിക്കുന്നുണ്ട്. അതെ ജോൺസാ എന്നൊക്കെ വിളിച്ചിട്ട് അവനെ അങ്ങ് വിളിച്ചിട്ട് അവനോട് അങ്ങ് ഷൗട്ട് ചെയ്ത് അങ്ങ് പറയുന്നുണ്ട്, ജോലിക്ക് വിളിക്കുമ്പോൾ മര്യാദയ്ക്കുള്ള ആളുകളെ വിളിക്കണ്ടേ, ഇതുപോലെയുള്ളവന്മാരല്ല വിളിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരെങ്ങനെ എല്ലാവരുടെ ഇടയിൽ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാണ്. അപ്പോൾ അവരെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് കൂടുതൽ അങ്ങ് പറയുന്ന സമയത്ത് വരുന്ന അങ്ങ് പറയുന്നുണ്ട്, മിണ്ടാതിരുന്നോണം, ഞങ്ങൾ അന്തസ്സായിട്ട് തന്നെ ജോലി ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവനങ്ങ് പ്രതികരിക്കാൻ നിൽക്കുന്ന സമയത്ത് രാധിക അങ്ങനെ പിടിച്ചു വെക്കുന്നുണ്ട്. വരുൺ വേണ്ട, മിണ്ടാതിരിക്കുക, നമ്മളിവിടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്, നമ്മളിവിടെ ഭക്ഷണം വിതരണം ചെയ്യാൻ വേണ്ടി വന്നതാണ്, അത് നമുക്ക് അന്തസ്സായി ചെയ്യാം, മറ്റുള്ളവർ പറയുന്നൊന്നും ശ്രദ്ധിക്കണ്ട, അവർ പറയുന്നതൊക്കെ പറഞ്ഞോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വരുണിനെ അങ്ങ് രാധിക അങ്ങ് പിടിച്ചു വെക്കുകയാണ്. ആ സമയത്ത് എല്ലാവരും അതങ്ങനെ നോക്കി നിൽക്കുകയാണ്. സേറെ ഇങ്ങനെ എല്ലാവരും കേൾക്കുന്ന രീതിയിൽ തന്നെ പറയുന്നുണ്ട്, ജോലിക്ക് എടുക്കുമ്പോൾ മര്യാദക്കുള്ള ആളുകളെ എടുക്കണം, ഇതുപോലെയുള്ള ആൾമാരൊക്കെ എടുത്താൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മോഷ്ടിച്ച് കൊണ്ടുപോകുമോ, എന്തെങ്കിലുമൊക്കെ തട്ടിപ്പറിച്ച് കൊണ്ടുപോകുമോ എന്നൊക്കെ ആർക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരെ അങ്ങ് വളരെയധികം താഴ്ത്തി കെട്ടുകയാണ്. അപ്പോൾ അതൊക്കെ താഴ്ത്തി കെട്ടുന്നത് കണ്ടിട്ട് ഇവരങ്ങനെ മിണ്ടാതെ ക്ഷമിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും നമ്മുടെ പരമേശ്വരൻ അതൊന്നും കേട്ട് നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ തന്നെ പരമേശ്വരൻ പറയുന്നുണ്ട്, സേറ ആവശ്യമില്ലാതെ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട, അവരെ പറ്റി കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട, അവരെന്ന് പറയുന്നത് കണിമംഗലം പരമേശ്വരൻ്റെ മക്കളാണ് അവർ, അതുകൊണ്ട് അവരെ അങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ നിൽക്കണ്ട, അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അന്തസ്സായിട്ട് നല്ല രീതിയിൽ തന്നെ അവരവരുടെ ജോലി മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പരമേശ്വരൻ പറയാണ്. അതിൻ്റെ കൂടെ തന്നെ പരമേശ്വരൻ പറയുന്നുണ്ട്, അവർ ജീവിച്ചു വന്നത് എന്ന് പറഞ്ഞാൽ കൊട്ടാര സദൃശ്യമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു അവർ ജീവിച്ചു വന്നത്. പക്ഷെ അവർ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ തന്നെയുള്ള ചിലരുടെ ഒരു കൈക്കടത്തൽ കൊണ്ടാണ് ഈ ഒരു അവസ്ഥയിൽ എത്തിയത്. അതുകൊണ്ട് അവരുടെ പേര് ഞാൻ എടുത്തു പറയാത്തത് എൻ്റെ മാന്യത കൊണ്ടാണ്. അതുകൊണ്ട് ഞാനെല്ലാം മിണ്ടാതിരിക്കുകയാണ്. ഇനി അവരെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ പറ്റത്തില്ല. അവർ നല്ല സ്റ്റാൻഡേർഡിലും നല്ല അന്തസ്സിലും മാത്രമാണ് അവരിങ്ങനെ ജോലി ചെയ്തത്, അല്ലാതെ അവർ ഇവരുടെ ഇടയിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവരുടെ ഈ അർപ്പണബോധം റെസ്പോൺസിബിലിറ്റി ഇതൊക്കെ തന്നെയാണ് ഈ കണിമംഗലത്തിൻ്റെ ഞങ്ങൾ അന്തസ്സായിട്ട് തന്നെ കൂട്ടി കൊണ്ടുപോകുന്നത് എന്നൊക്കെ ഇങ്ങനെ എല്ലാവരോടും കൂടി അങ്ങ് പറയാണ്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്, അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് രാധികയ്ക്കും വരുണിനും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. പിന്നെ ആ ഒരു ആശ്രമത്തിൽ ഈ നമ്മുടെ ശ്യാമ ഭയങ്കരമായിട്ട് അങ്ങനെ ഉറങ്ങുകയാണ്. അപ്പോൾ കണ്ണ് തുറക്കുന്ന സമയത്ത് ഉണ്ടാകും
ആ ബെഞ്ചമിൻ ഏൽപ്പിച്ച ആ കാര്യസ്ഥയായിട്ടുള്ള ആ സ്ത്രീ അവരെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ കണ്ണ് തുറക്കുന്ന സമയത്ത് തന്നെ ഇവരുടെ മുഖം അങ്ങ് കണ്ടിട്ട് ഈ ശ്യാമ പെട്ടെന്ന് തന്നെ ഞെട്ടി അങ്ങ് എണീക്കുകയാണ്. എന്നിട്ട് ഹാരാ എന്നൊക്കെ വിചാരിച്ചിട്ട് പേടിച്ചിട്ട് അങ്ങ് ഞെട്ടി എണീറ്റ് അവിടെ അങ്ങ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചേച്ചി ഇങ്ങനെ ഇവരോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അതെ നിൻ്റെ എന്തെങ്കിലുമൊക്കെ നിനക്ക് ഓർമ്മയുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, ഇല്ല ഒന്നും ഓർമ്മയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. നിൻ്റെ പേരെങ്കിലും ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ശ്യാമ ഇങ്ങനെ പറയുന്നുണ്ട്, പേര് ഇല്ല എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, നിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഏഞ്ചൽ മേരി എന്നല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഏഞ്ചൽ മേരി ആണോ എന്നൊക്കെ ഇങ്ങനെ ശ്യാമ വീണ്ടും അങ്ങ് ചോദിക്കുകയാണ്. കാരണം ശ്യാമക്ക് അവരുടെ പേര് പോലും ഓർമ്മയില്ല എന്ന് ഇവർക്ക് അങ്ങ് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ട്, ആ ഏഞ്ചൽ മേരി എന്നാണ് നിൻ്റെ പേര്, നിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഞാൻ നോക്കി അതിലൊക്കെ നിൻ്റെ പേര് ഏഞ്ചൽ മേരി എന്നാണ്, അതുകൊണ്ട് ഇനി ആര് നിൻ്റെ പേര് ചോദിക്കുകയാണെങ്കിൽ നീ ഏഞ്ചൽ മേരി എന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ശ്യാമ ഇങ്ങനെ ഒറ്റയ്ക്ക് ഏഞ്ചൽ മേരി ആ ആയിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ചേച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇനി എങ്ങാനും നീ പേരൊന്ന് മാറ്റി പറയരുത് കേട്ടോ, ഏഞ്ചൽ മേരി തന്നെയാണ് നിൻ്റെ പേര് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ശ്യാമ അങ്ങനെ പറയുന്നുണ്ട്, ഏഞ്ചൽ മേരി എന്നല്ല എൻ്റെ പേര്, പിന്നെ എന്തിനാണ് ഞാൻ മാറ്റി പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ചേച്ചി വീണ്ടും അവർക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്, അത് ഇനി എങ്ങാനും മാറ്റി പറയുകയൊന്നും ചെയ്യരുത്, ഇത് തന്നെയാണ് നിൻ്റെ പേരും, ഞാൻ കണ്ടതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ശ്യാമ എങ്ങനെ ആ ഓക്കെ ഞാൻ ഏഞ്ചൽ മേരി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് അതൊക്കെ അങ്ങനെ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ ചേച്ചി ഒന്ന് ഉറപ്പ് വരുത്താണ് അവരുടെ ഓർമ്മയിൽ ഇനി എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കണം. പക്ഷേ ശ്യാമക്ക് ഒന്നും ഓർമ്മയില്ല എന്ന് അവർക്ക് അങ്ങ് ഉറപ്പ് വരികയാണ്. അങ്ങനെ ആ ബർത്ത്ഡേ പാർട്ടിയിൽ ഇപ്പോൾ കേക്കൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുകയാണ്. എല്ലാവരും കൂടി നിന്നിട്ട് ആ കൊച്ചങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് അവിടെ നല്ല ആഘോഷമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇവിടെ ആഘോഷത്തിൻ്റെ ഇടയിൽ ഈ സേറ പോയിട്ട് ആ ഒരു ചന്ദ്രികയുടെ ആ കയ്യിൽ ആരും കാണാതെ തന്നെ ഒരു വിഷത്തിൻ്റെ ഒരു ബോട്ടിൽ അങ്ങ് കൈമാറുന്നുണ്ട്. അതാരും കാണാതെ അവരുടെ ഏതെങ്കിലും ഒരു ഭക്ഷണത്തിൽ അങ്ങ് ചേർക്കാനൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവരത് അങ്ങനെ കൈമാറി അത് അവരുടെ കയ്യിലേക്ക് അങ്ങ് വാങ്ങുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ഒന്നും അറിയാത്ത മട്ടിൽ അങ്ങനെ നിൽക്കുന്നുണ്ട് സേറ. അപ്പോൾ ആ ഒരു പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഭയങ്കരമായിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് അങ്ങ് ആ കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങ് മാറി നിൽക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ചന്ദ്രിക പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് അങ്ങ് പോയി നിൽക്കുകയാണ്. എല്ലാവരും ഇവിടെ പുറത്ത് നിൽക്കുന്ന സമയത്ത് ചന്ദ്രിക മാത്രം ആ കിച്ചണിൽ ആ ഭക്ഷണത്തിൻ്റെ അരികെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു വിഷക്കുപ്പി ഇങ്ങനെ പിടിച്ചിട്ട് എന്തൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുണും രാധികയും കൂടിയിട്ട് കിച്ചണിലേക്ക് അങ്ങ് കയറി വരുന്ന സമയത്തുണ്ടാകും ചന്ദ്രിക അവിടെ അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇവരോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് രാധിക, അല്ല നിങ്ങളെന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ചന്ദ്രിക ആദ്യം ഒരു പതർച്ച ഇങ്ങനെ വരികയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, അത് പിന്നെ കുട്ടികളെല്ലാവരും ഇവിടെ ഇങ്ങനെ പൊടി കളിച്ച് നടക്കല്ലേ, അപ്പം ഭക്ഷണത്തിൽ എന്തെങ്കിലും പൊടിയോ മറ്റോ ആയോലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ നിന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ രാധിക ഇങ്ങനെ വരുണിനോട് അവൾ കേൾക്കാതെ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തൊരു ആത്മാർത്ഥതയുള്ളൊരു സ്ത്രീ, ഇങ്ങനെയുള്ള ഒരാളെ കിട്ടാൻ നല്ല പണിയാണല്ലേ, നമ്മുടെ ഭാഗ്യം ഇങ്ങനെയുള്ള ആളെ കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴൊക്കെ ഈ ചന്ദ്രികയുടെ മനസ്സിൽ ചെറിയൊരു റിഗ്രറ്റൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, വേണ്ടായിരുന്നു എന്നുള്ളൊരു ചെറിയൊരു എന്തോ നഷ്ടബോധം ഉള്ള പോലെയൊക്കെ ഇങ്ങനെ അവരുടെ മുഖത്ത് ഇങ്ങനെ ഉണ്ട്. പക്ഷെ അവർക്ക് അതങ്ങനെ പിടിച്ച് അവിടെ തന്നെ നിൽക്കണം, എന്തെങ്കിലും ചെയ്യണം എന്നുള്ള മട്ടിൽ തന്നെയാണ് എന്തായാലും ചന്ദ്രിക അങ്ങ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് ഈ രാധികനോട് വരുണിനോട് വന്നിട്ട് അങ്ങ് പറയുന്നുണ്ട്, ഇതേ പുറത്തൊരാൾ നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്നൊക്കെ പറയണം. അപ്പോൾ അവരങ്ങോട്ട് പോകുകയാണ്. ആ ഒരു സമയത്ത് ഇവർ വീണ്ടും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് ചെയ്യണോ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം രണ്ടും കൽപ്പിച്ച് അവർ നേരെ ആ ബോട്ടിൽ തുറന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന പായസത്തിൻ്റെ പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചിട്ട് ആ വിഷം അതിലങ്ങ് കലക്കി അങ്ങ് വെക്കുകയാണ്. അപ്പോൾ അതൊന്നും അറിയാത്ത മട്ടിൽ അവരവിടെ നിന്ന് അങ്ങ് പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വരുണും രാധിക നേരെ പുറത്തേക്ക് പോയത് ഒരു ഓട്ടോക്കാരൻ വന്നിട്ടുണ്ട് നമ്മുടെ ആ പരിപ്പ് കറിയും കൊണ്ട്. അപ്പോൾ അവരോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇതാ പരിപ്പ് കറി എത്തിച്ചിട്ടുണ്ട് ഏട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ വരുൺ ഇങ്ങനെ ആ സമയത്ത് തന്നെ ഓട്ടോക്കാരനോട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും മുത്തശ്ശിക്ക് വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ തന്നെ നമ്മുടെ ജയഭാരതി മുത്തശ്ശിക്ക് അങ്ങ് കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി വീട്ടിൽ നിന്ന് ഫോൺ എടുത്തിട്ട് എടാ അവിടെ എത്തിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ വരുണ് പറയുന്നുണ്ട്, ആ എത്തി മുത്തശ്ശി എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല സദ്യയുടെ സമയമായിട്ടൊന്നുമില്ലല്ലോ, കറക്റ്റ് ടൈമിന് തന്നെ എത്തിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ വരുണ് പറയുന്നുണ്ട്, ആ മുത്തശ്ശി കറക്റ്റ് ടൈമിന് തന്നെ എത്തിയിട്ടില്ല, വൈകിട്ടൊന്നുമില്ല, ഇനിയുണ്ട് ഒരുപാട് ടൈം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, രാധയ്ക്ക് ഭയങ്കര ടെൻഷനായോ, അവൾ ഓക്കെ അല്ലേ, അവളിത് കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അവളൊക്കെ ഓക്കെയാണ്, യാതൊരു ടെൻഷനും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ രാധികനോടും വരുണിനോടും കൂടിയിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ ഇനി ഭയങ്കര ടെൻഷൻ അടിക്കൊന്നും വേണ്ട, നമ്മുടെ ഈ ഒരു സദ്യ അടിപൊളിയായിരിക്കും, എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെ ആയിരിക്കും, അതുകൊണ്ട് അങ്ങനെ ഒരു ടെൻഷനൊന്നും വേണ്ട, നല്ല രസം ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരോട് അങ്ങ് സപ്പോർട്ട് ചെയ്ത് അങ്ങനെ അവരെ പറ്റി ഇങ്ങനെ കുറച്ച് പ്രോത്സാഹനമൊക്കെ കൊടുത്തിട്ട് അവരെന്തായാലും ഫോൺ വെക്കുകയാണ്. അപ്പോൾ ഈ വരുണും രാധികയും കൂടിയിട്ട് ഈ ചേട്ടനോട് ഓട്ടോക്കാരനോട് ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പോൾ നമുക്ക് എടുത്ത് വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ 3 പേരും കൂടിയിട്ട് ആ ഓട്ടോയിൽ നിന്ന് ആ ഒരു പരിപ്പ് കറിയൊക്കെ എടുത്തിട്ട് നേരെ അകത്ത് കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പോൾ അകത്ത് കൊണ്ടുപോയി വെക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ആ ഒരു മേഘ എന്ന് പറയുന്ന കുട്ടീൻ്റെ അടുത്തേക്ക് ഈ രാധിക പോയിട്ട് അവളെയും പിടിച്ച് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയയിൽ, ആരും ഇല്ലാത്തൊരു ഏരിയയിൽ അങ്ങ് കൊണ്ടുപോകുന്നുണ്ട്.
അപ്പോൾ ചന്ദ്രികയും കൂടിയിട്ട് ആ മേഘയുടെ കൂടെ അങ്ങ് വരുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൊണ്ട് പോകുന്നത് അവരുടെ ഒരു ചെറിയൊരു ടേബിളിൽ അങ്ങനെ ഒരു ചെറിയ കേക്കൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അവൾക്ക് അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മേഘ ഈ കേക്കൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഈ വരുണിനോട് രാധികനോട് ചോദിക്കുന്നുണ്ട്, അല്ല ആ കുട്ടിക്ക് 2 കേക്ക് ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, എൻ്റെ മോളെ നീ ആദ്യം ആ കേക്കിൻ്റെ മുകളിൽ എഴുതിയിട്ടുള്ള ആ പേരൊന്ന് വായിച്ച് നോക്കുക എന്നൊക്കെ പറയണം. അപ്പോൾ ആ കേക്കിൻ്റെ മുകളിൽ ഹാപ്പി ബർത്ത്ഡേ മേഘ എന്നായിരിക്കും എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ മേഘ എന്നുള്ളൊരു പേര് വായിക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവാണ്. അപ്പോൾ ആ സമയത്ത് കുട്ടി പറയുന്നുണ്ട്, അയ്യോ ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ള കേക്കായിരുന്നു, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭയങ്കര എക്സൈറ്റഡ് ആവാണ്. അപ്പോൾ ഈ വരുണ് പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ മകളും അമ്മയും കൂടിയിട്ട് ടെൻഷൻ പറയുന്നത് ബർത്ത്ഡേനെ പറ്റി പറയുന്നതൊക്കെ ഞങ്ങൾ കേട്ടതാണ്, അതുകൊണ്ടൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളങ്ങ് കേക്ക് വാങ്ങി വന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഒക്കെ ഈ ചന്ദ്രയ്ക്ക് ഭയങ്കരമായിട്ടൊരു സങ്കടം ഒരു സന്തോഷമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. വേണമെങ്കിൽ അവർക്ക് ഇങ്ങനെ ചെറിയൊരു വിഷമമൊക്കെ വരുന്നുണ്ടാകും ചെയ്ത തെറ്റിനെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ട്. പക്ഷെ അവരൊന്നും ചെയ്യുന്നൊന്നുമില്ല. അതങ്ങ് ആ ഒരു പായസം മാറ്റി വെക്കാനോ അതിനൊന്നും പോയിട്ടൊന്നുമില്ല. അവരവിടെ തന്നെ അങ്ങനെ നിന്ന് അങ്ങനെ കരയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ഈ മേഘനോട് കേക്കൊക്കെ കട്ട് ചെയ്യാനൊക്കെ പറയുകയാണ്. അപ്പോൾ അവർ കേക്കൊക്കെ കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ രാധിക വരണം കൂടിയിട്ട് ഈ ചേച്ചിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കണം. അവരെന്തായാലും വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും അല്ലല്ലോ പറഞ്ഞത്, ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ അല്ലേ പറഞ്ഞത്, അതൊക്കെ നമുക്ക് കഴിയുന്ന പോലെ നമ്മൾ സാധിച്ചു കൊടുക്കണം, അതൊക്കെ അവർക്കൊരു സന്തോഷമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ നിൽക്കുന്ന സമയത്തുണ്ടാകും ആ ജെയിൻസൺ വന്നിട്ട് ഇങ്ങനെ ഇവരങ്ങനെ വിളിക്കണം, അതെ സദ്യ വിളമ്പാനുള്ള സമയമായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ ജെയിൻസന് എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്, അതിലിങ്ങനെ ഓരോ ഇലയിട്ട് ഓരോ സൈഡിലൊക്കെ ഡിഷസൊക്കെ ഇങ്ങനെ വെച്ച് ചോറൊക്കെ ഇങ്ങനെ വിളമ്പുന്നൊക്കെ ഉണ്ട് വരുന്നത്. അപ്പോൾ എല്ലാ ഡിഷസൊക്കെ ചേർത്ത് അവർ ഭക്ഷണം ഇങ്ങനെ കഴിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജെയിൻസന് ആദ്യം പോയിട്ട് നമ്മുടെ പരമേശ്വരനെയും പത്മിനെയും ഒക്കെ വിളിക്കുന്നുണ്ട്, വാ അവിടെ പോയി ഇരിക്കാം, അവിടെ എന്തായാലും കുറേ ഒഴിവുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ അവർ 2 പേരും കൂടിയിട്ട് അവിടെ പോയി ഇരിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമതായി ജെയിൻസൺ നേരെ പോയിട്ട് നമ്മുടെ ചന്ദ്രശേഖരനോടും അതുപോലെ സേറിനെ അങ്ങ് ക്ഷണിക്കുകയാണ്. അപ്പോൾ അവരും ഇങ്ങനെ പറയുന്നുണ്ട്, അതെ ഞങ്ങൾക്കിപ്പം വേണ്ട, നമുക്ക് എന്തായാലും ഫാമിലിയൊക്കെ ആയിട്ട് അവസാനം കഴിക്കാം, ഇപ്പം ഞങ്ങൾ എന്തായാലും കഴിക്കുന്നില്ല, ഞങ്ങൾക്കിപ്പോൾ വിശക്കണമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരും എല്ലാം അതിൽ നിന്ന് അങ്ങ് കൈ ഒഴിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവരുടെ മകനെയും എല്ലാവരെയും കൂടിയിട്ട് ഇവർ ഈ സദ്യ അങ്ങ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ സദ്യയൊക്കെ ഇങ്ങനെ വിളമ്പി അവരങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഈ ചന്ദ്രിക ഇങ്ങനെ അവിടെ നിന്നിങ്ങനെ ടെൻഷൻ ആവുന്നുണ്ട്. ആ സമയത്ത് സാർ അവളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്തൊക്കെ ഈ ചന്ദ്രിക ആ സാറിനോട് മെല്ലെ ആക്ഷൻ കാണിക്കുന്നുണ്ട്, ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഇങ്ങനെ ഒരു ചെറിയ സിഗ്നൽ അവളുടെ കണ്ണുകൊണ്ട് അങ്ങ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാറൊക്കെ നല്ല കോൺഫിഡൻസും വരുന്നുണ്ട്, എന്തായാലും അത് സക്സസ് ആയല്ലോ എന്നുള്ള മട്ടിൽ ഇങ്ങനെ ഈ ചന്ദ്രികനോട് മുഖത്തേക്ക് നോക്കിയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഈ സാറെ അങ്ങ് പോയിട്ട് ചന്ദ്രശേഖരനോട് പറയുന്നുണ്ട്, ചന്ദ്രശേഖര എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവനോട് കാര്യങ്ങളൊക്കെ പറയാണ്. ഇങ്ങനെ വെള്ളവേഷം അതിൽ ചേർത്തിട്ടുണ്ട്, എന്തായാലും നിൻ്റെ ചേട്ടനും ചേട്ടത്തി ഇപ്പോൾ ഈ കൂട്ടത്തിൽ അങ്ങ് മരിച്ച് വീഴാനാണ് ചാൻസ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്. എന്തായാലും ഈ ഒരുപാട് പേര് മരിച്ച് വീഴുന്നതിൻ്റെ ഇടയിൽ അവരുടെ ജീവനും അങ്ങ് പോകട്ടെ, ആ ഒരു ശല്യം തീർന്നു കിട്ടുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ഈ ചന്ദ്രശേഖരനോട് പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ചന്ദ്രശേഖരനും അതിലങ്ങനെയൊക്കെ എഗ്രി ആയിട്ട് അങ്ങ് നിൽക്കുന്നുണ്ട്. സ്വന്തം ചേട്ടനെയാണ് കൊല്ലാൻ പോകുന്നത് എന്നുള്ള യാതൊരു ടെൻഷനും കാര്യങ്ങളും എന്തായാലും അയാൾക്ക് ഇല്ലതാനും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നടന്നു കഴിഞ്ഞ് അവസാനം ഭക്ഷണം വിളമ്പാൻ ആ ഒരു പായസം വിളമ്പാൻ എന്നൊക്കെ പറഞ്ഞിട്ട് രാധിക ആ ഒരു പായസമൊക്കെ ഓരോ ഗ്ലാസ്സിലേക്ക് അങ്ങ് ആക്കിയൊക്കെ അങ്ങ് കൊണ്ടു കൊടുക്കാൻ നേരത്താണ് ഈ ചന്ദ്രികയുടെ മുഖത്ത് ഭയങ്കര ടെൻഷൻ ഉണ്ടെങ്കിലും എപ്പിസോഡ് അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്തൊന്നും ഈ ചന്ദ്രികയ്ക്ക് ഒരു മനംമാറ്റം വരെ പായസം തട്ടി മാറ്റാനോ ഒന്നും നോക്കിയിട്ടൊന്നുമില്ല, അതുപോലെ തന്നെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് എപ്പിസോഡ് എന്തായാലും അവസാനിക്കുന്നുണ്ട്. പക്ഷേ നാളത്തെ എപ്പിസോഡിൽ എന്ന് പറയുന്നത് അവിടെ വലിയൊരു അപകടം നടന്നിട്ടുണ്ട്. അവിടെ ആ ഒരു കൊച്ച് ആ ഒരു ബർത്ത്ഡേ പാർട്ടി ആഘോഷിച്ചിരുന്ന ആ ഒരു ബർത്ത്ഡേ ആ ഒരു കൊച്ച് എന്ന് പറയുന്നത് ഒരുപാട് ഛർദ്ദിക്കുക അങ്ങനെ എന്തൊക്കെയൊക്കെ ദേഹാസ്വസ്ഥമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഓടി വരുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു അപകടം അവിടെ നടന്നിരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് അങ്ങ് ആളുകളൊക്കെ കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ സാർ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ കാറിൽ കൊണ്ടുപോകാം, പെട്ടെന്ന് തന്നെ കാറിലാക്കി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് വിടുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ആ സമയത്ത് വരനും രാധികയും കൂടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പോൾ ഞങ്ങളും വരാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സാറെ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് ഇവരെ അങ്ങ് ഇൻസൾട്ട് ചെയ്യണം, ഇത്രയൊക്കെ ചെയ്തത് മതിയായില്ല നിങ്ങൾക്ക്, അതുകൊണ്ട് നിങ്ങൾ വരണ്ട എന്നുള്ള കാര്യമൊക്കെ പറയാണ്. അവരുടെ മേലെ അങ്ങ് കുറ്റം ആരോപിക്കുകയാണ്. അപ്പോൾ ഈ വരനും രാധിക ആകെ ടെൻഷനായിട്ട് അങ്ങ് നിൽക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ജെയിംസും വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇവരോട്, ഞങ്ങൾ ബർത്ത്ഡേ എൻ്റെ മകന് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്നു, എല്ലാം ഭംഗിയായി കഴിഞ്ഞിരുന്നു, പക്ഷേ ഇങ്ങനെ ഒരു ചതി നിങ്ങൾ ചെയ്യുന്നു ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല, നിങ്ങളെ അടുത്തുനിന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം തീരെ പ്രതീക്ഷിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ജെയിംസൺ അവരെ അങ്ങ് കുറ്റപ്പെടുത്തുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തായാലും പോലീസുകാരും ഒക്കെ അങ്ങ് ആ വീട്ടിലേക്ക് അങ്ങ് വരുന്നുണ്ട്.
അപ്പോൾ ആ പോലീസുകാരിലുള്ള ആ ഒരു സി ഐനെ കണ്ടിട്ട് എന്തായാലും നമ്മുടെ വരുൺ അങ്ങ് ഷോക്കായി നിൽക്കുകയാണ്. കാരണം ആ ഒരു സസ്പെൻഷൻ കിട്ടി ആ ബെഞ്ചമിൻ്റെ കൂട്ടാളിയായിട്ടുള്ള ആ ഒരു സി ഐ ആണ് ഈ വരുന്നത്. അത് ആ ഗൗതമിൻ്റെ കൂടെ നടന്നിട്ടുണ്ടായിരുന്ന ആ സസ്പെൻഷൻ കിട്ടിയ പഴയ ആ സി ഐ ജോലിക്ക് അങ്ങ് ചാർജ് എടുത്തിട്ട് അങ്ങ് കയറി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവർക്കുള്ള 8ൻ്റെ പണിയായിട്ടായിരിക്കും അവരങ്ങ് വരുന്നത്. കാരണം ഇവർക്ക് അത്രയും പകയും കൊണ്ട് നടക്കുന്ന ഒരു സി ഐ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പണി എന്ന് പറയുന്നത് വരുണിനും രാധികയ്ക്കും നല്ലൊരു 8ൻ്റെ പണിയായിട്ടാണ് വരുന്നത് എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ രാധികയ്ക്കും വരുണിനും ആ ഒരു പ്രശ്നത്തിൽ നിന്ന് അങ്ങ് രക്ഷപ്പെടാനുള്ള ഒരുപാട് ചാൻസ് ഈ ചന്ദ്രികയുടെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിലും അവരതൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഇവരങ്ങ് ട്രാപ്പിലായിരിക്കുകയാണ്. ഈ ചന്ദ്രിക ആ ഒരു വിഷപാത്രം ഇങ്ങനെ മാറ്റി വെച്ച് അവർ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ എന്നൊക്കെ തോന്നി. പക്ഷേ വീണ്ടും ട്രാപ്പിലായിരിക്കുകയാണ്. അതും എല്ലാ സേറയുടെ കെണിയിൽ ഇവരങ്ങ് വന്ന് വീഴുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയേനെ. എന്തായാലും അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, നാളെ കാണാം. ബൈ ഓൾ.